ഞാനിപ്പോൾ മുടക്കല്ലൂർ AUP സ്കൂളിലാണ്, 144 ബൂത്തിലാണ്. അവിടെ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ തന്നെ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. പക്ഷേ ഇപ്പോൾ തന്നെ ആളുകളുടെ വലിയ നിര നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ആളുകൾ നേരത്തെ തന്നെ വാശിയോടെ വന്ന് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആളുകൾ വന്നിട്ടുള്ളത്. ബൂത്ത് ഏജന്റുമാരുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. സുഗമമായി ക്രമക്കേടുകളൊന്നുമില്ലാതെ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുകയാണ് ഉദ്യോഗസ്ഥർ. മോക്ക് പോളിംഗിൽ ഒരു തകരാറുമില്ലെങ്കിൽ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങുകയും ചെയ്യും. അതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ എത്തിയാണോ വോട്ട് ചെയ്യാൻ വേണ്ടി? അതെ, രാവിലെ തന്നെ എത്തി. 6 മണിക്ക്. ജോലിക്ക് പോകുന്ന ആളുകളാണ്? അതെ അതെ. നേരത്തെ വന്ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെയാണോ? പതിവായി ചെയ്യാറുണ്ടോ? അതെ അതെ. വീട്ടമ്മമാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെ രാവിലെ തന്നെ അതെ, രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് പോകാനുള്ള വോട്ട് രാവിലെ തന്നെ അങ്ങ് പോൾ ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നേരത്തെ ഒന്ന് ചെയ്ത് പോവാം. വെയിലിന് ചൂടാകുമ്പോഴേക്ക് ചൂടൊരു വലിയ പ്രശ്നമാണ് തോന്നുന്നത്. വലിയ പ്രശ്നം. അതിനു മുമ്പ് രാവിലെ തന്നെ ഈ തണലത്ത് വന്ന് വോട്ട് ചെയ്യാന്നുള്ളത്. വോട്ട് ചെയ്യാനുള്ള ജോലിക്ക് പോകുന്ന ആളുകളാണോ നിങ്ങൾക്ക്? അല്ല, ചെറിയ കുട്ടിയുണ്ട്. പല കാരണങ്ങളാണ്. ഉമ്മ രാവിലെ തന്നെ ചൂടായതുകൊണ്ട് പോകുന്നതാണ്. ഞാൻ വോട്ട് ചെയ്തങ്ങ് പോകാനാണ്. സ്ഥിരമായിട്ട് രാവിലെ എത്താറുണ്ടോ? ഇല്ല, സ്ഥിരമായിട്ട് വരലില്ല. ആദ്യമായിട്ടാ വേറെ പരിപാടി പോകാണ്ടതുകൊണ്ട്. അത് ശരിയാണ്. പിന്നെ വെയിൽ ചൂടാകുന്നേരം പിന്നെ ലൈന് നിൽക്കാൻ വേറെ ഒരു കാരണങ്ങൾ കൊണ്ട് വോട്ട് മിസ്സായി പോരുത് എന്നുള്ളതാണല്ലേ? ശരിയാ, ഒരു അവകാശമല്ലേ. അതെ അതെ അതെ. അത് ഉറപ്പിക്കാൻ വേണ്ടി രാവിലെ തന്നെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി വന്നതാണ്. ആളുകളെല്ലാം തന്നെ ഇപ്പോൾ വരി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 7 മണിക്ക് വോട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഈ വരികൾ തീർന്നുകൊണ്ടിരിക്കും. പുതിയ ആളുകൾ എത്തും. ഏതായാലും രാവിലെ തന്നെ വന്ന് വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ സൂചിപ്പിച്ചതുപോലെ ചൂടൊരു പ്രശ്നമാണ്. വലിയ വെയിലിലേക്കും ചൂടിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് സമാധാനപരമായി വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം, ഇവിടെ കോഴിക്കോട് മണ്ഡലമാണ്. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിൽ മത്സരിക്കുന്ന K. സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തുന്നത് ഈ ബൂത്തിലാണ്. അദ്ദേഹം 7 മണിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒക്കെ ഭാഗമായി ഇന്നലെ വരെ അദ്ദേഹം വയനാട്ടിലായിരുന്നു. രാത്രി ചുരമിറങ്ങി, പ്രചരണമൊക്കെ കഴിഞ്ഞ് രാത്രി ചുരമിറങ്ങി വോട്ട് രേഖപ്പെടുത്തി തിരിച്ച് വയനാട്ടിലേക്ക് അതിനെ ചുരം കയറി പോകേണ്ടതാണ്. അതുകൊണ്ട് രാവിലെ 7 മണിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ബൂത്തിനുണ്ട്. ഏതായാലും ഇവിടെ മോക്ക് പോളിംഗ് സുഗമമായി നടക്കുന്നു. ആളുകൾ അതിനുശേഷം കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് തുടങ്ങുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ശരി ഷെയ്ദൻ, ഇനി തിരുവനന്തപുരത്തേക്ക് നമുക്കൊന്ന് പോകണം. കാരണം തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ എത്രത്തോളമാണ് ജനങ്ങളുടെ പ്രതികരണം എന്നറിയണം. ഈ വോട്ട് ചെയ്ത് രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രശാന്ത് കൃഷ്ണ, പ്രശാന്ത് പറയൂ. അക്ഷയ, പ്രധാനമായിട്ടും ഇനിയിപ്പോൾ അരമണിക്കൂറേ ഉള്ളൂ വോട്ടെടുപ്പ് തുടങ്ങാൻ. അപ്പോൾ ഇപ്പം വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ തയ്യാറെടുത്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ID കാർഡ് കയ്യിൽ കരുതണം. വോട്ട് സ്ലിപ്പ് കയ്യിൽ കരുതിയിരിക്കണം. സ്ലിപ്പില്ലെങ്കിലും കുഴപ്പമില്ല, വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇലക്ഷൻ കാർഡ് ഉണ്ടാകും. ഇത് കുറച്ച് പഴയതാണ്, ഇപ്പോൾ PVC കാർഡൊക്കെയാണ്. അപ്പോൾ ഇതില്ലെന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാം ഇപ്പോൾ വാഹനമൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ കൈവശം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും, പേഴ്സിൽ കാണുമ്പോൾ അത് തന്നെ ധാരാളം. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില തിരിച്ചറിയൽ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കയ്യിൽ കരുതി നേരെ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് പോരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കാർഡ് കയ്യിലില്ലെന്ന് കരുതി വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ആർക്കും. പ്രധാനമായിട്ടും ആധാർ കാർഡ്, പിന്നെ അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് കാർഡ്, ഈ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പിന്നെ ഫോട്ടോ പതിച്ചിട്ടുള്ള പെൻഷൻ കാർഡ്, ഒപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ഉപയോഗിക്കാം. പക്ഷെ അത് തൊഴിൽ മന്ത്രാലയം നൽകിയ കാർഡായിരിക്കണം. പിന്നെ സർക്കാർ ജീവനക്കാരുടെ ഫോട്ടോ പതിച്ച കാർഡ്. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ഈ തിരിച്ചറിയൽ കാർഡ് ഒന്നും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ഫോട്ടോ പതിച്ച ബാങ്കിൻ്റെ പാസ്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതുമായി നേരെ ഇങ്ങ് പോന്നാൽ മതി, വോട്ട് ചെയ്യാം. അപ്പോൾ വോട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. തിരിച്ചറിയൽ കാർഡ്, ഇലക്ഷൻ കമ്മീഷൻ്റെ കാർഡ് കിട്ടിയില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഈ കുറവംകുളത്തെ വാർഡിൽ ഈ ബൂത്തിൽ നമ്മൾ നിൽക്കുന്നതിന് കാരണം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് അല്പസമയത്തിനകത്തിന് ഇവിടേക്ക് എത്തും. അതിന് മുൻപ് തന്നെ ഇപ്പോൾ വോട്ടെടുപ്പ് സമയം 7 മണിക്കാണ്. 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വോട്ട് ചെയ്യാനായി ചില വോട്ടർമാർ എത്തിയിട്ടുണ്ട്. നമസ്കാരം. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ നേരത്തെ എത്തിയല്ലേ? ഒരു 6:15 ആയപ്പോൾ എത്തി. ഇവിടെ പറഞ്ഞു 6 മണിക്ക് 6 തൊട്ട് 6 വരെയാണ്, അതുകൊണ്ട് വന്നു. 7 തൊട്ട് 6 മണി വരെ. എനിവേ സാരില്ല, വോട്ട് ചെയ്യാൻ വന്നതല്ലേ. ആദ്യം വോട്ടർ ആവുകയാണ് ഈ ബൂത്ത്. അതെ, ഇത്തവണ നമ്മൾ ഇനി വോട്ട് ചെയ്യാൻ, ഈ പകൽ മുഴുവൻ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്കൊരു സന്ദേശമാണ് ഇവർ. കാരണം രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. രണ്ടുപേരും എത്തിയിട്ടുണ്ട്. കാരണം അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയതിൻ്റെ സന്ദേശം അറിയാമല്ലോ. കാരണം വൈകിട്ട് 6 മണി 7 മണി വരെ കാത്തിരിക്കേണ്ട, രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോവുക. പിന്നെ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്.
അല്ല ഇവിടെ തന്നെയാണ്. അതെ, നന്തൻകോട്. വേറെ തിരക്കുകളുള്ളതുകൊണ്ടാണോ അതിരാവിലെ ഇറങ്ങി? അല്ല, എപ്പം ചെയ്യുന്നത് മര്യാദയ്ക്ക് ചെയ്യണമെന്നുണ്ട്. രാവിലെ നേരത്തെ ഇറങ്ങി ചെയ്തു. മാഡം തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വോട്ട് ചെയ്യണം അത്? അല്ല ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഏതായാലും തിരുവനന്തപുരത്ത് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവർ തന്നെയാണ്. രാവിലെ തന്നെ എത്തി